ഹൈ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ടോപ്പിക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ക്യാപിറ്റൽ ആഡിക്വസി നോംസ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി ആണ്. ഇതിന്റെ നോട്ട് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബേസൽ നോംസ് ഉള്ള പേരിൽ. എന്തുകൊണ്ടാണ് ബേസൽ നോംസ് അറിയപ്പെടുന്ന കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ നോട്ടിലോട്ട് ഞാൻ വരുന്നത് ആദ്യം സ്റ്റഡി മെറ്റീരിയൽ അകത്തുള്ള തിയറി ടോപ്പിക് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഒരു നോട്ട് നമുക്ക് റിവിഷൻ ടൈമിൽ കവർ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നോക്കാം, ഇൻട്രൊഡക്ഷൻ ടു ക്യാപിറ്റൽ ആഡിക്വസി നോംസ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ അല്ലെങ്കിൽ ടഫ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പക്ഷേ ഇതുവരെ എക്സാമിന് 2022 സിലബസിൽ നമുക്ക് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ലാസ്റ്റത്തെ എക്സാമിന് എന്ത് ചെയ്തിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റത്തിന് മുമ്പ് എക്സാമുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. കാരണം ഇത് RBI റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ പകരം ഇത് നമ്മളുടെ ഇലക്ടീവ് പേപ്പറിൽ നമ്മളിപ്പോൾ SPMBV ആണ് പഠിക്കുന്നത്. SPMBV അല്ലാതെ മറ്റൊരു ഇലക്ടീവ് പേപ്പർ ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ്. ആ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള പേപ്പറിൻ്റെ അകത്ത് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇതിന്റെ ന്യൂമറിക്കൽ ബേസൽ നോംസുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തിരുന്നു, നമ്മുടെ എക്സാമിന് SPMBV എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ തിയറി ഡിസ്കസ് ചെയ്തതിനു ശേഷം ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം വെച്ചാൽ ആ ഒരു കോൺസെപ്റ്റുകളോ അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ രീതികളൊന്നും ഇവിടെ നമ്മൾ SPMBയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള മറ്റൊരു ഇലക്ടീവ് പേപ്പറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഈ ഒരു ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു ക്യാപിറ്റൽ ആഡിക്വസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോട്ട് നോക്കുമ്പോൾ ബേസൽ നോംസ് ആണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ബേസൽ നോംസ് എന്ന് പറഞ്ഞാൽ, ഈ ബേസൽ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഒരു സിറ്റിയാണ്. അപ്പോൾ 1930 ഒരു പ്രത്യേകത നമുക്കറിയാം, ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലേ. 1920-30 ആ ഒരു സമയമാണ് നമ്മുടെ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി എക്കണോമിക് ക്രൈസിസ് ആയ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ത് ചെയ്ത് വന്നത് 1930. ആ ഒരു സമയത്താണ് സ്വിറ്റ്സർലാൻഡിലെ ബേസൽ എന്നുള്ള സ്ഥലത്ത് എന്ത് സ്ഥാപിതമായത്, നമ്മളുടെ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് BIS ബാങ്ക് വന്നത്. ഓക്കെ, പിന്നീട് അതൊരു ബാങ്കുകളുടെ ബാങ്ക് എന്ന് നമ്മൾ സാധാരണ RBI നമ്മൾ എന്ത് വിളിക്കും, ബാങ്കുകളുടെ ബാങ്ക് എന്ന് വിളിക്കും അല്ലെ. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളുടെ ബാങ്ക്. ഓക്കെ, അതായത് ലോകത്തുള്ള പല രാജ്യങ്ങൾ, ഇപ്പം ഇന്ത്യയിൽ RBI ഉള്ള പോലെ, ഓക്കെ, അതുപോലെ ഒരുപാട് ഫിനാൻഷ്യൽ റെഗുലേറ്ററീസ്, ഇപ്പം നമ്മൾ SEBI എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഫിനാൻഷ്യൽ മോണിറ്ററി സിസ്റ്റം ഒക്കെ എന്ത് ചെയ്ത് റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം അത്തരം അതോറിറ്റീസ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു വലിയൊരു, അതായത് സെൻട്രൽ ബാങ്കുകളുടെ ബാങ്കാണ് എന്ന് പറയുന്നത് BIS ബാങ്ക് എന്ന് പറയുന്നത്. അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലാൻഡിലെ ബേസൽ എന്നുള്ള സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഇതിനെ ബേസൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ബേസൽ നോംസ്, ബേസൽ അക്കോർഡ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ഥലം ഇവിടെ സ്വിറ്റ്സർലാൻഡിലെ ബേസൽ എന്നുള്ള സിറ്റിയിൽ. ഓക്കെ, അപ്പോൾ അത് 1930 എന്ത് ചെയ്തത്, നമ്മുടെ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് സ്വിറ്റ്സർലാൻഡിൽ ബേസൽ സിറ്റിയിൽ നിന്ന് സ്ഥാപിതമായത്. പിന്നെ അതിനുശേഷം അവരായിരുന്നു ബാങ്കിങ് ലോകത്തിൽ തന്നെ ബാങ്കിങ് സെക്ടറിന് എന്ത് ചെയ്ത് സൂപ്പർവൈസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് 1974 ഓക്കെ, ജർമ്മനിയിലെ ഹെർസ്റ്റാറ്റ് ബാങ്ക് എന്നുള്ള ബാങ്ക് തകർന്നതിന് ശേഷം അവർക്ക് മനസ്സിലാവാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഓക്കെ, അതായത് ബാങ്കിങ് മേഖലയിൽ ഒരു സൂപ്പർവിഷൻ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കണം. ഓക്കെ, ബാങ്കിങ് മേഖലയിലെ റിസ്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ആ ഒരു റിസ്ക് മാനേജ് ചെയ്യാനുള്ള, ഓക്കെ, ആ ഒരു റിസ്ക് മാനേജ് ചെയ്യാനുള്ള ചില ഫ്രെയിം വർക്ക്, ചില എന്താ പറയുക ഗൈഡ് ലൈൻസ്, ഒരു സ്റ്റാൻഡേർഡ് നോംസ് ഒക്കെ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. കാരണം ബാങ്കിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമുക്ക് ബാങ്കിന്റെ ആക്ടിവിറ്റി എന്താണ്, സോ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലേ. സോ നമ്മളെപ്പോഴും ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും ചെറുപ്പത്തിലെ പഠിക്കുന്നതാണ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ഓഫ് ലോൺസ് അല്ലെ. ബാങ്ക് ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, പിന്നെ അത് എന്നിട്ട് എന്തായിരുന്നു ലോണായിട്ട് ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ കോർപ്പറേറ്റ്സിനൊക്കെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അവരിൽ നിന്ന് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നു, പിന്നെ ആ ഒരു ഇൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ആർക്ക് കൊടുക്കുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കും. ഇതാണ് ബാങ്കിന്റെ ആക്ടിവിറ്റി. അപ്പോൾ ബാങ്കിൽ റിസ്ക് ഉണ്ടോ എന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോൺ കൊടുത്ത ആൾക്കാർ തിരിച്ചടച്ചില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ റിസ്ക്. നമ്മൾ പൊതുവെ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും അല്ലേ. അപ്പോൾ ആ ഒരു റിസ്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബാങ്കിന് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും. നമ്മളിപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ 3 മാസം കഴിയുമ്പോൾ ബാങ്കുകളുടെ അവരുടെ ക്വാർട്ടർലി റിസൾട്ട് ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ കോടികളാണ്, തൗസൻഡ്സ് ഓഫ് ക്രോഡ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ബാങ്കിന് വേണമെങ്കിൽ എന്ത് സിറ്റുവേഷൻ ചിലപ്പോൾ മോശമാണെങ്കിൽ ബാങ്കിന് എന്ത് വരാം, ലോസും വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ബാങ്ക് ഒരു മിനിമം എത്ര എമൗണ്ട് എന്തായിട്ട് സൂക്ഷിക്കണം, ക്യാപിറ്റലായിട്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആഡിക്വസി നോംസ്. അത് എന്നിട്ട് ക്യാപിറ്റൽ ആഡിക്വസി എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ അല്ലെ, എത്രത്തോളം ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിന് പ്രോഫിറ്റ് ഉണ്ടായാൽ അത് ആർക്കുള്ളതാണ്, ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്കിന് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആർക്കാണ്, ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇനി ആ ഒരു പരിധിക്കപ്പുറം ലോസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആരെ എഫക്ട് ചെയ്യും, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ജനങ്ങളുടെ പൈസയും എന്തെയും എഫക്ട് ചെയ്യും. അപ്പോൾ
സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പൈസ എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല അല്ലേ. നമ്മൾ പൊതുവെ സേഫ് ആയിട്ട് കാണുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളെപ്പോഴും റിസ്ക് എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, എന്ന് വെച്ചാൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടാന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ റിസ്ക് ഉണ്ടതിനെ കുറിച്ച് നമ്മൾ പൊതുവെ ചിന്തിക്കാറില്ല. നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട പൈസ വിത്ത് ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടുന്നതാണ് നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഷെയർ മാർക്കറ്റൊക്കെയാണ് നമ്മൾ പറയുന്നത് റിസ്ക് ഉണ്ടെന്ന് പറയില്ല. ബാങ്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഫ്രീ എന്നുള്ള ചിന്താഗതിയാണ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ചൊന്നും ആലോചിച്ച് നോക്കുക, ബാങ്കിനും ചിലപ്പോൾ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വരാം. ഞാൻ പറഞ്ഞ പോലെ 1974 ഹെർസ്റ്റാറ്റ് ബാങ്ക് ജർമ്മനിൽ എന്ത് ചെയ്തു, ഈ എക്സസീവ് ആയിട്ടുള്ള സ്പെക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോറക്സ് ട്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ബാങ്ക് തകർന്ന് തരിപ്പണായ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഡെപ്പോസിറ്റ് ചെയ്തവർക്കും പലർക്കും എന്തെങ്കിലും ലോസ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ലോസ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്ത സാധാരണക്കാരെയും കൂടെ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നീട് എന്ത് ചെയ്തു, നമ്മളൊരു ബേസൽ കമ്മിറ്റി, ദറ്റ് ഈസ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്നാണ് പറയുക, BCBS എന്നാണ് പറയുക. സോ BCBS ദറ്റ് ഈസ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ. അത് ഒരു G10 ഓക്കെ, ഗ്രൂപ്പ് ഓഫ് 10 കൺട്രീസിന്റെ ആൾക്കാർ ചേർന്നിട്ടാണ് എന്ത് ചില സ്റ്റാൻഡേർഡ് നോംസ് ഒക്കെ ഉണ്ടാക്കിയത്. എന്തിനു വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള റിസ്കുകൾ എന്ത് ചെയ്യാനായിട്ട്, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ഇതിൽ നിന്ന് ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാനും അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിന് എന്ത് ചെയ്യുക, ഒരു സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നോംസ് എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഏരിയയിൽ പറയുന്നത് BCBS എന്ന് പറയുന്ന ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷനെ കുറിച്ചും. 1974 വർഷത്തിന് പ്രത്യേകത എന്നാണ്, ജർമ്മനിയിലെ ഹെർസ്റ്റഡ് ബാങ്ക് തകർന്ന് തരിപ്പണായത് G10 കൺട്രീസ് ആണ്. ഓക്കെ, ദെൻ അത് ബേസൽ സ്വിറ്റ്സർലാൻഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി 2018 ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 45ഓളം മെമ്പേഴ്സ്. ആദ്യം ഈ 10 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഈ പറഞ്ഞ കമ്മിറ്റിയിൽ പുതിയ മെമ്പേഴ്സ് ഓക്കെ 2004 അതുപോലെ തന്നെ 2014 അപ്ഡേഷൻസ് ഒക്കെ വന്ന് ഏകദേശം നിലവിൽ 45 മെമ്പേഴ്സ് ഫ്രം 28 ജുറിസ്ഡിക്ഷൻസ്, ദാറ്റ് ഈസ് 28 രാജ്യങ്ങൾ പോലെയാണ്. ഇപ്പോൾ ചില രാജ്യങ്ങളല്ലാതെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയും. ഓക്കെ, അതൊരു രാജ്യമല്ല, ഒരു റീജിയൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മോണിറ്ററി അതോറിറ്റീസ്, നമ്മളെ സെബി പോലെയുള്ള RBI, നമ്മളിപ്പോൾ RBI സെബി അങ്ങനെയൊക്കെയുള്ള ഒരു പോലത്തെ 45ഓളം മെമ്പേഴ്സ് ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ ഇപ്പോൾ അത്രയും ആൾക്കാരുണ്ട്, 45 മെമ്പേഴ്സ് ഫ്രം 28 ജുറിസ്ഡിക്ഷൻസ്. ഓക്കെ, ഇനി ഇവരുടെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, ടു എൻഷുർ ദാറ്റ് ബാങ്ക് ഓപ്പറേറ്റ് ഇൻ എ സേഫ് ആൻഡ് സൗണ്ട് മാനർ ആൻഡ് ദേ ഹോൾഡ് ദ ക്യാപിറ്റൽ ആൻഡ് റിസർവ് സഫിഷ്യന്റ് ടു സപ്പോർട്ട് ദ റിസ്ക് ദാറ്റ് അറൈസ് ഇൻ ദയർ ബിസിനസ്. അല്ലെ, അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ, ബാങ്കിങ് ബിസിനസ്സിൽ എന്തുണ്ട്, റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻ കേസ് ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന മാക്സിമം ലോസ്, ഒരു എക്സ്പെക്റ്റഡ് ലോസ് എത്രയാണെന്ന് നോക്കിയിട്ട് ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ആ ലോസ് മുഴുവനായിട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള അത്രത്തോളം ക്യാപിറ്റൽ ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ആ ബാങ്കിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ക്യാപിറ്റൽ ആഡിക്വസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയും ക്യാപിറ്റൽ, മിനിമം ഇത്രയും ക്യാപിറ്റൽ ബാങ്ക് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ലോസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ബേസൽ നോംസ് എന്ന് പറയുന്നത്. ഓക്കെ, തിരിച്ചു വരാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ദ കീ എലമെന്റ്സ് ഓഫ് ബാങ്ക് സൂപ്പർവൈസറി പ്രോഗ്രാം ടച്ച് ചെയ്ത് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബാങ്ക് സൂപ്പർവിഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ വിവിധ രാജ്യങ്ങൾ. ഓക്കെ, ഇപ്പൊ ഇതൊരു ഇന്ത്യ എന്നുള്ള രാജ്യത്തല്ല, ഇതൊരു ഇന്റർനാഷണൽ ടോപ്പിക് ആണ്. ലോകത്തിലെ പല രാജ്യങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ 45 മെമ്പേഴ്സും 28 ജൂറിസ്ഡിക്ഷനിലെ ഇത്രയും രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ ഇതിൽ ഒത്തുകൂടിയിട്ടുള്ളത് ഓക്കെ, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവാനും, ഓക്കെ, ബാങ്കിങ് മേഖല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രവർത്തിക്കാനും അതുവഴി കുറച്ച് ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? ഒന്നാമതെന്ന് പറയുന്നത് എഫേർട്ട് ടു എൻഷുർ ദാറ്റ് ബാങ്ക് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കൺഫേം വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് സൗണ്ട് പ്രാക്ടീസസ്. ഓക്കെ, അതായത് ഒരു പോളിസി, ഒരു യൂണിഫോമിറ്റി, എന്ത് ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ് പോളിസി ഉണ്ടാക്കുക, ഒരു റെക്ലെസ് ആയിട്ട് വെറുതെ കുറേ ലോൺ കൊടുക്കാതെ. ഓക്കെ, അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ US നമുക്കറിയാം, 2008 ഡിപ്രഷന്റെ ഓക്കെ, ആ എക്കണോമിക് ക്രൈസിന്റെ റീസൺ എന്തായിരുന്നു, അനാവശ്യമായിട്ട് വെറുതെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഹൗസിംഗ് ലോണൊക്കെ എന്ത് ചെയ്യുക, വാരിക്കോരി കൊടുത്തിട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് അല്ലേ. സോ ലോകം തന്നെ എന്താ പറയുക, ഈ വേൾഡ് എക്കോണമി തന്നെ തകർന്ന സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു ആ ഒരു 2008 സമയങ്ങളൊക്കെ. ബാങ്കിങ് മേഖല മൊത്തത്തിൽ തകർന്നു. സ്റ്റിൽ ഇന്ത്യ പിടിച്ചിരിക്കാൻ കാരണം ഇന്ത്യയിൽ എന്തായിരുന്നു, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സെക്യൂർഡ് ആണ്. നമ്മൾ പൊതുവെ പറയും എല്ലാ കാര്യങ്ങൾക്കും എന്ത് കൊടുക്കണം, ഇപ്പോൾ ലോൺ എടുക്കണമെങ്കിൽ നമുക്കൊരു അൺസെക്യൂർഡ് ലോൺ അധികം കിട്ടില്ല, എല്ലാത്തിനും സെക്യൂരിറ്റി എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ
ആധാരം പണയം വെക്കണം എന്നൊക്കെ സാധാരണ പറയുന്ന പോലെ നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്യണം, സെക്യൂരിറ്റി കൊടുക്കണം. അങ്ങനെ വെറുതെ അൺസെക്യൂർഡ് ലോൺസ് ഒന്നും അധികം എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. US അങ്ങനെ ഒരു എന്താ പറയുക തോന്നിയ പോലെ ലോൺ കൊടുത്തതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് എക്കണോമി ക്രൈസിസ് വന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഒരു സൗണ്ട് പ്രാക്ടീസസ്, ഓക്കെ, ബാങ്കിങ് സെക്ടറിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ല പ്രാക്ടീസസ് എന്ത് ചെയ്യുക, കൊണ്ടുവരാം, എനിക്കൊരു സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. രണ്ടാമത്തത് ഓൺഗോയിങ് മോണിറ്ററിംഗ് ഓഫ് ദ ബാങ്ക് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇൻക്ലൂഡിങ് പീരിയോഡിക് റിപ്പോർട്ടിംഗ്. ഓക്കെ, അത് എല്ലാം കഴിഞ്ഞ് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ബാങ്ക് ലോസായി പൊളിഞ്ഞതിന് ശേഷം നോക്കുന്നതിനൊക്കെ നല്ലത് ഓൺഗോയിങ് ആയിട്ട് ക്വാർട്ടർലി റിവ്യൂ, ഓക്കെ, അങ്ങനെ എന്താ പറയുക 3 മാസം കൂടുമ്പോൾ ഒക്കെ ബാങ്കിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അത് ട്രാൻസ്പെറൻസി, ദറ്റ് ഈസ് ഒരു പ്രോപ്പർ റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കുണ്ട്, നമ്മൾ RBI എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകളോട് റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി CRR SLR എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക സിസ്റ്റംസ് അല്ലെങ്കിൽ മെക്കാനിസംസ് RBI ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ബാങ്കുകളുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ഓൺഗോയിങ് ആയിട്ടുള്ള സൂപ്പർവിഷൻ 3 മാസം കൂടുമ്പോൾ ഒക്കെ റിപ്പോർട്ടിംഗ് ഒക്കെ എന്ത് ചെയ്യുക. അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് ഈ പറഞ്ഞത് മോണിറ്ററിംഗ് ഓഫ് ബാങ്കിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, പീരിയോഡിക് റിപ്പോർട്ടിംഗ് ഉറപ്പുവരുത്താം. 3 ക്യാപിറ്റൽ റെഗുലേഷൻ, നേരത്തെ പറഞ്ഞ പോലെ കാർ എന്നാണ് പറയുന്നത്, നമ്മൾ CAR എന്നാണ് പറയുന്നത്. CAR എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ഓക്കെ, സോ അപ്പോൾ അത് 8% ആണ് നമ്മൾ പറയും. ഓക്കെ, സോ തൽക്കാലം ക്യാപിറ്റൽ റെഗുലേഷൻ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് ഒരു മിനിമം ക്യാപിറ്റൽ എന്ത് ചെയ്യാം, ആഡിക്വസി റേഷ്യോ ഒക്കെ സെറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓൺ പെർമിറ്റഡ് ആക്ടിവിറ്റീസ്, അതായത് ബാങ്കിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഏതൊക്കെ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും ബാങ്കിന് ഏർപ്പെടാൻ പറ്റും, കസ്റ്റമേഴ്സിന് ഏതൊക്കെ സർവീസസ് കൊടുക്കാൻ പറ്റും, അതിൽ ചില ലിമിറ്റേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കൊണ്ടുവരാം. എല്ലാ കാര്യങ്ങളിലും ബാങ്ക് പോയിട്ട് ഇടപെടാതെ നമുക്ക് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സർവീസുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, ചില കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ബാങ്കിങ് സൂപ്പർവിഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഒന്ന്, ബാങ്കിങ് സെക്ടറിൽ എന്ത് ചെയ്യുക, ഒരു സൗണ്ട് പ്രാക്ടീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ബാങ്കിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, പീരിയോഡിക് റിപ്പോർട്ടിംഗ്, അതുപോലെ ക്യാപിറ്റൽ റെഗുലേഷൻ, ദെൻ ലിമിറ്റേഷൻസ് ഓൺ പെർമിറ്റഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി അടുത്തത് ബേസൽ അക്കോർഡ്, അതുപോലെ തന്നെ Basel Accord എന്ന് വെച്ചാൽ ബേസൽ നോംസ്. ഓക്കെ, സോ ദ ബേസൽ അക്കോർഡ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് എഗ്രിമെന്റ് സെറ്റ് ബൈ ദ ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറയുന്നവർ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ബേസൽ അക്കോർഡ് അല്ലെങ്കിൽ ബേസൽ നോംസ് എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം, ബാങ്കിങ് റെഗുലേഷൻസ് ആണ് ഇൻ റിഗാർഡ് ടു ക്യാപിറ്റൽ റിസ്ക്, മാർക്കറ്റ് റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു റിസ്ക് മാനേജിന്റെ ഭാഗമായിട്ട് ഓരോ ബാങ്കും ഫോളോ ചെയ്യേണ്ട ചില പോളിസീസ് ആണ്, സ്റ്റാൻഡേർഡ് പോളിസീസ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പർപ്പസ് ഓഫ് ദ അക്കോർഡ്സ് എന്ന് പറയുന്നത് ടു ensure that financial institutions have enough capital on account to meet the obligations and absorb the unexpected losses. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ലോസ് ക്യാപ്ചർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്സോർബ് ചെയ്യാനും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനഫ് ക്യാപിറ്റൽ, നമ്മൾ അതിന് ക്യാപിറ്റൽ ആഡിക്വസി എന്ന് പറയുക, അത്രയും ക്യാപിറ്റൽ നമ്മളതിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു മിനിമം ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു നോംസിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ ബേസൽ അക്കോർഡ്സ് വിളിക്കുന്നത്. ഓക്കെ, സോ നോർമലി ഇവിടെ ബേസൽ 1, ബേസൽ 2, ബേസൽ 3, ഇപ്പോൾ ലാസ്റ്റ് ബേസൽ 4 വരെ ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ വെർഷൻ 1, 2, 3 ഒക്കെ വരുമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ വേർഷൻസ്, ഓരോ വട്ടം നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരും. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ ബേസൽ 1 ആണ് ഫസ്റ്റ് 1974 ആ ഒരു ഇഷ്യൂവിന്, അതായത് ജർമ്മനിലെ ഹെർഷാറ്റ് ബാങ്ക് കൊളാപ്സ് ആയതിനു ശേഷം നമുക്ക് ഫസ്റ്റ് വന്ന് ബേസൽ 1 ആയിരുന്നു 1988 സമയങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത് നോക്കാം ബേസൽ 1. സോ ബേസൽ 1 1988 എന്ത് ആ ഒരു പോളിസി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നെങ്കിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരുന്നത് 1992 സോ അതെന്ത് ഇംപ്ലിമെന്റ് ചെയ്തത് ഇന്ത്യയിൽ 1999 സമയങ്ങളിലൊക്കെയാണ്. ഓക്കെ, സോ ഇന്ത്യയുടെ കാര്യങ്ങളൊന്നും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരു ഇന്റർനാഷണൽ ടോപ്പിക് ആയിട്ട് ഈ ബേസൽ ഒരു ഗ്ലോബൽ ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ബേസൽ പറയുന്നതിനേക്കാളും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ബേസിൽ പറയുന്നത് 8% ആണ്, ഇന്ത്യയിൽ ഇത് 9% ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ ഇന്ത്യയിൽ എന്തുണ്ട് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം ഫസ്റ്റ് ബേസൽ 1 ആണ് ഇതിൽ ശരിക്കും പഠിക്കാനുള്ളത്, എക്സാമിന് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ളത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബേസൽ 1 എന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസൽ 1 1988 ഡോക്യുമെന്റ് ചെയ്യുന്നത്, 1992 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി ബേസൽ 1 ആ ഒരു സമയത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ബേസൽ 1 പോളിസി ഡിസ്കസ് ചെയ്തിരുന്നത് ഓൺലി 1 റിസ്കിനെ കുറിച്ചാണ്, ദാറ്റ് ഈസ് ദ ക്രെഡിറ്റ് റിസ്ക്. ഓക്കെ, സോ നോക്കാം, ഇറ്റ്
ഫോക്കസ് ഓൺ ദി ക്രെഡിറ്റ് റിസ്ക് ആസ് എ പ്രീഡോമിനന്റ് റിസ്ക് ഫോർ ദി ബാങ്ക്. ഓക്കെ, ആ ഒരു പോളിസിയിൽ ബേസൽ 1 ഫോക്കസ് ചെയ്ത് ഇതിനെ മാത്രമാണ് നമ്മുടെ ക്രെഡിറ്റ് റിസ്ക്. എന്താണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോറോ ചെയ്ത ആൾക്കാർ അല്ലെ, ബാങ്കിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച ലോണുകൾ എടുത്ത ആൾക്കാർ തിരിച്ച് അടച്ചില്ലെങ്കിൽ ബാങ്ക് ഫേസ് ചെയ്യുന്ന ആ ഒരു റിസ്ക്. ഓക്കെ, അതിനാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബേസൽ 1ന്റെ അകത്ത് ഓൺലി ഏത് റിസ്ക് മാത്രം, ക്രെഡിറ്റ് റിസ്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കാൽക്കുലേഷൻ ഓഫ് റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് ആൻഡ് സെറ്റ് എ മിനിമം റേഷ്യോ ഓഫ് എത്ര 8%. ഇൻ ഇന്ത്യ എത്രയാണ്, 9%. ഓക്കെ, ശ്രദ്ധിക്കാം, ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, MCQയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ ബേസൽ 1ൽ അവർ പറയുകയാണെങ്കിൽ മിനിമം ക്യാപിറ്റൽ ആയിട്ട് എത്ര വേണം, 8%. ഓക്കെ, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എത്ര വേണം, 8% മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ 8%? 8% ഓഫ് എന്തിൻ്റെ, റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. ഓക്കെ, റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. അപ്പോൾ ആദ്യം എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് അറിയണം. ഓക്കെ, അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഫോർമുല ഒക്കെ, എന്താണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് വെച്ചാൽ CAR, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഇസ് ഈക്വൽ ടു ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. ഓക്കെ, നോർമലി നമ്മൾ RWA എന്ന് വിളിക്കും, റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഇത് ഷുഡ് ബി ഈക്വൽ ടു എത്ര ഉണ്ടായിരിക്കണം, മിനിമം 8% ഓർ മോർ ആയിരിക്കണം. ഓക്കെ, സോ 8% മിനിമം, അറ്റ്ലീസ്റ്റ് 8% വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് 8% വേണം. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ഈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്താണെന്ന് നോക്കാം. ഈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ ബാങ്കിന്റെ അസറ്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ പ്രധാനപ്പെട്ട അസറ്റ്സ് എന്തായിരിക്കും, ബാങ്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തത്, ലോൺസ് കൊടുത്തത് അല്ലെ. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിരിക്കും ബാങ്കിന്റെ പ്രധാനപ്പെട്ട അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് തന്നെ പല ടൈപ്പ് ഇല്ലേ. ഫോർ എക്സാമ്പിൾ സെക്യൂർഡ് ആയിട്ടുള്ള ലോണുകൾ ഉണ്ട് അല്ലെ. സെക്യൂർഡ് ആയിട്ടുള്ള ലോണുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഹൗസിംഗ് ലോൺസ് ഉണ്ട്. ഓക്കെ, ഹൗസിംഗ് ലോൺ ഉണ്ട്. ഓക്കെ, ഇനി ചിലപ്പോൾ മറ്റ് ബിസിനസ് ലോണുകൾ ചിലപ്പോൾ സെക്യൂർഡ് ഉണ്ടായിരിക്കാം, അപ്പോൾ ഹൗസിംഗ് ലോൺസ്. ഇനി അതർ സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ വിളിക്കാം, അതർ സെക്യൂർഡ്. ഇനി ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടാവില്ലേ. സോ ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലോൺസ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് കാർഡ് റിസീവബിൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യും, അതുപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡുകൾ, അതായത് ബാങ്കിൻ്റെ അസറ്റ്സുകൾ എടുക്കുക, അസറ്റ്സിൽ ബാങ്ക് കൊടുത്ത ലോൺസ് ഉണ്ടായിരിക്കും, ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ബാങ്കിൻ്റെ പ്രധാനമായിട്ട് അസറ്റ് സൈഡിൽ ഉണ്ടാവുക ബാങ്ക് പബ്ലിക്കിനും ബിസിനസ്സുകാർക്കും കൊടുത്തിട്ടുള്ള ലോൺസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലോൺസിൻ്റെ ഏരിയ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാ ലോണൊന്നും ലിസ്റ്റ് ചെയ്യുന്നില്ല, ഏറ്റവും സിമ്പിളായിട്ട് ചെറുത് 1-2 പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ലോൺസിൽ തന്നെ സെക്യൂർഡും അൺസെക്യൂർഡ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ സെക്യൂർഡ് എന്താണ്, കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്. അൺസെക്യൂർഡ് ആണെങ്കിലോ റിസ്ക് എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്യൂർഡ് ലോൺസിൽ തന്നെ ഹൗസിംഗ് ലോണൊക്കെ ഉണ്ട്, എന്നിട്ട് നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 50% റിസ്ക് ഉള്ളൂ എന്ന് പറയും. കാരണം 50% സേഫ് ആണ്, ബാക്കി 50% എന്താണ് നമുക്ക് റിസ്ക് ഉള്ളൂ. അതേപോലെ അതർ സെക്യൂർഡ് ലോൺസിൽ ഇപ്പോൾ 100% ഉണ്ടായിരിക്കാം, റിസ്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി ക്രെഡിറ്റ് കാർഡൊക്കെ എന്താണ് 100% റിസ്ക് ആണ്, കാരണം അൺസെക്യൂർഡ് ആണ്. ഇനി ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 0% ഉള്ളൂ, കാരണം ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ നമുക്ക് ഒരിക്കലും എന്ത് വരുന്നില്ല, നഷ്ടം വരില്ല. അത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഗവൺമെന്റ് ആ ഫുൾ എമൗണ്ട് നമുക്ക് എന്തെങ്കിലും തിരിച്ചു തരും. ഇനി ബാങ്കിന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് എമൗണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ക്യാഷ് ഡെപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ക്യാഷ് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ക്യാഷ് എന്നാണ് 0% റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളോട് പറയുന്നത് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലെ അസറ്റ്സുകൾ എടുത്തിട്ട് അതിനെന്ത് ചെയ്യുക, അതിന്റെ റിസ്ക് എന്ത് ചെയ്യുക നോക്കുക. അത് നമ്മൾ ഈ പെർസെൻറ്റേജ് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റിൻ്റെ അകത്ത് ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും തരും. പൊതുവെ മനസ്സിലാക്കുക, അൺസെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ 100% റിസ്ക് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിനും ക്യാഷിനൊക്കെ എന്താണ് 0%. അത്രയും അതറിഞ്ഞിരിക്കുക. നമുക്ക് അൺസെക്യൂർഡിന് എന്തായാലും 100% റിസ്ക് ഉണ്ടായിരിക്കും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അത്രയും സേഫ് ആയിട്ടുള്ള ട്രഷറി ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ 0% ആയിരിക്കും റിസ്ക്. ഇനി അതുപോലെ തന്നെ ക്യാഷിനും എന്തായിരിക്കും 0% ആയിരിക്കും റിസ്ക്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ റിസ്ക് എന്തെങ്കിലും ക്വസ്റ്റിൻ്റെ അകത്ത് തരും നമുക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ അസറ്റ്സിന് എന്ത് ചെയ്യുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹൗസിംഗ് ലോൺ ഒരു 100 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ് കാണാൻ വേണ്ടിയിട്ട് റിസ്ക് വെയ്റ്റഡ് അസറ്റ് കാണണമെങ്കിൽ 100 കോടി നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 50% 50 കോടി എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് അതർ സെക്യൂർഡ് ലോൺസ് ഒരു 50 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. അത് 50 കോടി ഇൻറ്റു 100% റിസ്ക് ആയതുകൊണ്ട് 50 × 100% 50 കോടി തന്നെ വരും. ഓക്കെ,
ഇനി ക്രെഡിറ്റ് കാർഡ് നമ്മളൊരു 20 കോടി ഉണ്ടെങ്കിൽ പിന്നെ 20 കോടി ഇൻറ്റു 100% നമുക്ക് അതിൻ്റെ റിസ്ക് എത്രയാണ് 20 കോടി തന്നെ വരും. ഇനി ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നമ്മളൊരു 100 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 കോടി ഇൻറ്റു 0% അപ്പോൾ 0 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇപ്പോൾ ക്യാഷ് ആണെങ്കിലും ക്യാഷിന് 0 റിസ്ക് ആയതുകൊണ്ട് 0. ഇതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ അസറ്റ്സുകൾ, ഓക്കെ, അതിനെ കറസ്പോണ്ടിങ് റിസ്കിന്റെ പെർസെൻറ്റേജ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ ടോട്ടലാണ് ദറ്റ് ഈസ് എന്ത് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഇനി ഇവിടെ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ട്, ഇതാണ് ടോട്ടൽ ക്യാപിറ്റൽ. ഓക്കെ, സോ ടോട്ടൽ ക്യാപിറ്റൽ നമുക്ക് എന്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, Tier 1 ക്യാപിറ്റൽ, ഓക്കെ, Tier 1 ക്യാപിറ്റലും അതുപോലെ തന്നെ Tier 2 ക്യാപിറ്റൽ. ഓക്കെ, സോ Tier 1 ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ Tier 1 ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഓൺ ഫണ്ട്, നമ്മൾ സ്വന്തം പൈസ, ഓക്കെ, അതായത് ബാങ്കിന്റെ ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് എന്നൊക്കെ പറയുള്ളൂ. നമ്മൾ പൊതുവെ ഏറ്റവും എളുപ്പത്തിന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെക്നിക്കലി ഇതിന്റെ വെയ്ഡിങ്സ് ഒക്കെ നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് ആദ്യം സിമ്പിളായിട്ട് മനസ്സിലാക്കുക. Tier 1 എന്ന് വെച്ചാൽ നമ്മുടെ കോർ ക്യാപിറ്റൽ. ഓക്കെ, സോ കോർ ക്യാപിറ്റൽ മീൻസ് നമ്മൾ സ്വന്തം, ഓക്കെ, അതായത് ബാങ്കിന് ഓൾവേസ് അവൈലബിൾ ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ Tier 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പൊതുവെ അത് ഏതായിരിക്കും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് വരും. അതുപോലെ തന്നെ ഫ്രീ റിസർവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിലാണ് വരിക, Tier 1 ക്യാപിറ്റലാണ് വരിക. Tier 2 ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾവേസ് നമ്മൾ കൺട്രോളുള്ള ക്യാപിറ്റൽ അല്ല. ബിസിനസ് ഇപ്പോൾ നിർത്തുന്ന സമയത്ത്, ബാങ്ക് അവസാനിപ്പിക്കുമ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് Tier 2 ക്യാപിറ്റൽ. Tier 1 അങ്ങനെയല്ല. Tier 1 എന്ന് വെച്ചാൽ നമ്മൾ ഓൺ ഗോയിങ്, അതായത് ബിസിനസ് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ, ഓക്കെ, അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബിസിനസ് റണ്ണിങ്ങിൽ തന്നെ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് Tier 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോർമലി എന്തായിരിക്കും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എന്തെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള, ഇപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഒക്കെ, ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, Tier 1 ഉൾപ്പെടുത്താം. എനിക്ക് ഡിപ്പെൻസ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഓൾവേസ് Tier 1 ആണെന്ന് പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്, അതിൻ്റെ എന്താ പറയുക, ഇറിഡീമബിൾ ആണോ റിഡീമബിൾ ആണോ ഒക്കെ നോക്കിയിട്ടാണ് Tier 1 നമുക്ക് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ Tier 1 മനസ്സിലാക്കുക. Tier 1 ഈസ് ലൈക്ക് ഓൺ ക്യാപിറ്റൽ, ലോങ് ടൈം ക്യാപിറ്റൽ, പെർമനന്റ് ക്യാപിറ്റൽ. ഓക്കെ, സോ വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്, സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലാണ് നമ്മൾ Tier 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി Tier 2 ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ റേസ് ചെയ്യുന്ന ആ ഒരു അഡീഷണൽ ക്യാപിറ്റലിനെ ഒരു സപ്പോർട്ടിങ് സെക്കൻഡറി ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ വിളിക്കുന്ന പേരാണ് Tier 2 ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ Tier 1 പ്ലസ് Tier 2 ആണ് ടോട്ടൽ എന്ത് വരുന്നത്, ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടോട്ടൽ ക്യാപിറ്റൽ അവിടെ എന്ത് വരും, Tier 1 പ്ലസ് Tier 2 ക്യാപിറ്റൽ ഡിവൈഡ് ബൈ എന്താണ്, റിസ്ക് വെയ്റ്റഡ് അസറ്റ്. അതിന്റെ വാല്യൂ എത്ര ഉണ്ടായിരിക്കണം, മിനിമം 8% ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനിയും കണ്ടീഷൻസ് ഉണ്ട്. കാരണം 8% പകുതിയായിട്ടുള്ള 4% Tier 1 ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വഴിയെ പഠിക്കും. എല്ലാം കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് ആദ്യം മനസ്സിലാക്കുക, ഈ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ടൈം ആയിട്ടുള്ള CAR അഥവാ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. എന്താണ് ടോട്ടൽ ക്യാപിറ്റൽ? ടോട്ടൽ ക്യാപിറ്റൽ മീൻസ് Tier 1 പ്ലസ് Tier 2 ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഇനി എന്താണ് Tier 1 എന്ന് വെച്ചാൽ, Tier 1 മീൻസ് നമ്മളെ പെർമനന്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, നമ്മുടെ ഓൺ ക്യാപിറ്റൽ. ഓക്കെ, നമ്മളെ കോർ ക്യാപിറ്റൽ എന്നൊക്കെ പറയും. കോർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ. ഇനി അടുത്ത Tier 2 ക്യാപിറ്റൽ വെച്ചാൽ അഡീഷണൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്യാപിറ്റലാണ് നമ്മുടെ Tier 2 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റ് സൈഡിൽ ബാങ്കിന്റെ അസറ്റ്സുകൾക്ക് എന്തിന്റെ റിസ്ക് ഉണ്ട്, റിസ്കിന്റെ പെർസെൻറ്റേജ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അസറ്റ് സൈഡിലെ ഓരോ ഫിഗർ എത്രയാണ് അതിന്റെ കറസ്പോണ്ടിങ് റിസ്കിനെ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സെക്യൂർഡ് ലോൺസ് ഒക്കെ ചിലപ്പോൾ 50% റിസ്ക് ഉള്ളതായിരിക്കാം, ചിലപ്പോൾ 20% റിസ്ക് ഉള്ളതായിരിക്കാം, ചിലപ്പോൾ 80% റിസ്ക് ഉള്ളതായിരിക്കും. അത് ഡിപ്പെൻസ് ആ ക്വസ്റ്റിൻ്റെ തരും. ഓക്കെ, ഇനി അൺസെക്യൂർഡ് ലോൺ ആണെങ്കിൽ നോർമലി 100% എന്തായിരിക്കും, റിസ്ക് ആയിരിക്കും. ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള മറ്റ് അൺസെക്യൂർഡ് ലോണൊക്കെ 100% ആയിരിക്കും. ക്യാഷ് അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നോർമലി 0% റിസ്ക് ആയിരിക്കും. അപ്പോൾ എത്രയാണോ നമ്മൾ അസറ്റ് സൈഡിലെ എമൗണ്ട് അതിനെ കറസ്പോണ്ടിങ് റിസ്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് മിനിമം 8% ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ബേസൽ നോംസ് കംപ്ലൈ ചെയ്തെന്ന് പറയാൻ, അതിന്റെ കംപ്ലൈൻസ് ഉണ്ടെന്ന് മാത്രം പറയാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, സോ തിരിച്ചു വരാൻ നോക്കാം. സോ ഒന്നാമത്തെ പ്രത്യേകത ബേസൽ 1ന്റെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ബേസൽ 1 ഫോക്കസ് ഓൺ ഏത് റിസ്ക്, ക്രെഡിറ്റ് റിസ്ക് മുതലാണ് ഫോക്കസ് ചെയ്തിരുന്നുള്ളത്. രണ്ടാമത്തത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എത്രയാണ്, 8%. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് 9%. ഞാൻ പറഞ്ഞു ഗ്ലോബലി 8% ആണെങ്കിലും ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ 9% ആണ് RBI പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ഇത് ഈ 8%ന്റെ പകുതിയായിട്ടുള്ള 4% നമുക്ക് മിനിമം Tier 1 ക്യാപിറ്റൽ. ഓക്കെ, സോ നമ്മൾ
നമ്മൾ നേരത്തെ tier 1 ക്യാപിറ്റലിനെ കുറിച്ചല്ലേ. സോ tier 1 ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് കോർ ക്യാപിറ്റൽ അല്ലേ. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ഫ്രീ റിസർവ്സ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എത്ര ഉണ്ടായിരിക്കണം? 4%. അപ്പോൾ ടോട്ടൽ 8ന്റെ പകുതി 4% ആരായിരിക്കണം? നമ്മുടെ tier 1 ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു ടോപ്പിക്ക് കുറച്ച് ഗ്ലോബൽ ടോപ്പിക്കാണ്, കുറച്ച് പൊതുവെ ടഫ് എന്നൊക്കെ പറയുന്നത്, പക്ഷേ സിമ്പിളായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് പഠിച്ചില്ല. സോ ബേസൽ 1 ഫോക്കസ്ഡ് ഓൺ എന്ത് ക്രെഡിറ്റ് റിസ്ക് ആണ്. സോ മിനിമം ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എത്രയാണ്? 8%. അതിൻ്റെ അകത്ത് tier 1 ക്യാപിറ്റൽ എത്രയാണ്? 4%, പകുതി. ഇനി capital under this code is divided into നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ tier 1 ക്യാപിറ്റൽ എന്നും, അതായത് പ്രൈമറി ഇക്വിറ്റി ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഓക്കെ, അതാണ് tier 1 ക്യാപിറ്റൽ. അതുപോലെ തന്നെ tier 2 ക്യാപിറ്റൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആണ്. ലൈക്ക് ജനറൽ പ്രൊവിഷൻസ്, സബോർഡിനേറ്റഡ് ഡെപ്റ്റ്, അതൊക്കെയാണ് tier 2ന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത്. നമ്മൾ സെപ്പറേറ്റ് കൂടെ പഠിക്കും. ഓക്കെ, അപ്പോൾ മിനിമം അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ക്യാപിറ്റൽ എന്തായിരിക്കണം? tier 1 ആയിരിക്കണം. നമ്മൾ പറഞ്ഞ 8%ന്റെ പകുതിയായിട്ടുള്ള 4% എന്തായിരിക്കണം? tier 1 ക്യാപിറ്റൽ ആയിരിക്കണം. ബാക്കി പകുതി നമുക്ക് എഴുതിയെടുക്കാം tier 2 ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് വരാം. ഇനി ഏതൊക്കെയാണ് tier 2 ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് വരുന്ന കമ്പോണൻസ്? അപ്പോൾ tier 1 ഓൾറെഡി പഠിച്ചു. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്, അതായത് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഇനി tier 2ൽ പ്രധാനമായിട്ട് വരുന്ന കമ്പോണൻസ് 4 ഐറ്റംസ് ആണ്. 1 റിവാലുവേഷൻ റിസർവ്, 2 പ്രൊവിഷൻസ്, 3 ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്, 4 സബോർഡിനേറ്റഡ് ഡെപ്റ്റ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഹെഡിങ് അറിഞ്ഞിരിക്കുക. സോ ഏതൊക്കെ ഐറ്റംസ് ആണ്? 1 റിവാലുവേഷൻ റിസർവ്, 2 ജനറൽ ആയിട്ടുള്ള പ്രൊവിഷൻസ്. ഓക്കെ, സോ റിവാലുവേഷൻ റിസർവ്, ജനറൽ പ്രൊവിഷൻസ്, ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്, ദെൻ സബോർഡിനേറ്റഡ് ഡെപ്റ്റ്. ഇങ്ങനെയുള്ള 4 ഐറ്റംസ്. ഇനി എന്താണ് സബോർഡിനേറ്റഡ് ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, സെക്കൻഡറി ഡെപ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ ഇക്വിറ്റി ലോങ് ടേം ഡെപ്റ്റ് ആണ്. ഓക്കെ, അത്ര സെക്യൂർഡ് അല്ല, അൺസെക്യൂർഡ് ക്യാരക്ടർ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എമൗണ്ട് എന്ത് കൊടുക്കണം? ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, നമുക്കറിയാലോ. അപ്പോൾ എന്താ പറയുക, റിസ്ക് കൂടുന്നതനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് എന്തെയും കൂടും. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് ബാങ്ക് സെക്യൂരിറ്റി കൊടുക്കാതെ ജനങ്ങളെ ഇന്ന് കളക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡെപ്റ്റിനെ വിളിക്കുന്നതിന് സബോർഡിനേറ്റഡ് ഡെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് നോർമലി ലോങ് ടൈം ഡെപ്റ്റ് ആയിരിക്കും. ഓക്കെ, ഹയർ റാങ്കിങ് സീനിയർ ഡെപ്റ്റ്, ദറ്റ് ഈസ് ഇതുള്ളതാണ്, റിസ്ക് കൂടുതലുള്ള ഡെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ സാധാരണ ആൾക്കാരെ ചില ലോണൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തിരിച്ച് സെക്യൂരിറ്റി നമ്മൾ കൊടുക്കണം. ലോണിന് പകരമായിട്ട് അവരിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ പകരം അങ്ങോട്ട് എന്ത് കൊടുക്കണം? ഇത് സെക്യൂരിറ്റി കൊടുക്കണം. ഇനി സെക്യൂരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ സെക്യൂരിറ്റി കുറവുള്ള അത്തരം ടൈപ്പിനെ വിളിക്കുന്നവർ സബോർഡിനേറ്റഡ് ഡെപ്റ്റ്. അത് ലോങ് ടൈം ആയിരിക്കും. അതുകൊണ്ട് tier 2ലാണ് എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ tier 1 ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് ഒക്കെയാണ്. ദറ്റ് ഈസ് നമ്മുടെ ഡിസ്ക്ലോസർ ആയിട്ടുള്ള റിസർവ്സ് എന്നൊക്കെ പറയുന്നത്. ദറ്റ് ഈസ് ഫ്രീ റിസർവ്സ്. ഓക്കെ, ഇനി tier 2ൽ വരുന്നത് നമ്മുടെ റിവാലുവേഷൻ റിസർവ്. ഓക്കെ, അതായത് നമ്മുടെ നമുക്ക് അൺറിയലൈസ്ഡ് ആയിട്ടുള്ള, റിയലൈസർ അല്ല, ഇപ്പം റിവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റിയലൈസർ അല്ല, അൺറിയലൈസ്ഡ് മോഡലാണ്. അപ്പോൾ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള റിവാലുവേഷൻ റിസർവ്, അതുപോലെ തന്നെ പ്രൊവിഷൻസ്. ഓക്കെ, ദെൻ ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്സ്, ലാസ്റ്റ് വൺ സബോർഡിനേറ്റഡ് ഡെപ്റ്റ്. ഈ 4 ഐറ്റംസ് ആണ് tier 2ൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ ഇക്വേഷൻ ഒക്കെ ഓൾറെഡി പഠിച്ചതാണ്. സോ ടോട്ടൽ നമുക്ക് എത്ര വേണം? ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ നമുക്ക് 8% വേണം. ദറ്റ് ഈസ് tier 1 ക്യാപിറ്റൽ പ്ലസ് tier 2 ക്യാപിറ്റൽ ഡിവൈഡ് ബൈ റിസ്ക് വെയിറ്റ് അസറ്റ് എന്തായിരിക്കണം? 8% ഓർ മോർ ആയിരിക്കണം. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന്. ദറ്റ് ഈസ് നമുക്ക് മിനിമം എത്രത്തോളം ക്യാപിറ്റൽ വേണം. ഓക്കെ, ഇനി രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, സെക്കൻഡ് റേഷ്യോ ആയിട്ട് tier 1 റേഷ്യോ മിനിമം എത്ര വേണം? ഹാഫ് വേണം. ദറ്റ് ഈസ് ഒരു 4% എങ്കിലും വേണം. അപ്പോൾ ക്ലിയർലി മിനിമം ടോട്ടൽ ക്യാപിറ്റൽ 8%, ദെൻ tier 1 ക്യാപിറ്റൽ അറ്റ്ലീസ്റ്റ് എത്ര വേണം? 4% എങ്കിലും വേണം. അപ്പോൾ ഇതൊരു MCQ ആംഗിളിൽ അറിഞ്ഞിരിക്കുക. സോ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 8% ഓഫ് ദി റിസ്ക് വെയിറ്റഡ് അസറ്റിന്റെ, എന്തിന്റെ 8% എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ 8% ഓഫ് എന്തിന്റെ? ദറ്റ് ഈസ് റിസ്ക് വെയിറ്റഡ് അസറ്റിന്റെ 8% നമുക്ക് എന്ത് വേണം? ടോട്ടൽ ക്യാപിറ്റൽ വേണം. ദെൻ അതുപോലെ തന്നെ അതിന്റെ പകുതി, ദറ്റ് ഈസ് 4% ഓഫ് റിസ്ക് വെയിറ്റഡ് അസറ്റ് നമുക്ക് tier 1 ക്യാപിറ്റലും വേണം. ഓക്കെ, ഇനിയും സോ ബാങ്കിങ് റെഗുലേറ്റർ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഓരോ ബാങ്കുകളുടെ, ഇപ്പം ഇന്ത്യയിൽ RBI ആണ് എന്ത് ചെയ്യുക? ഓരോ ബാങ്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇനി റിസ്ക് കൊടുക്കുമ്പോൾ, റിസ്ക് അസൈൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കോർപ്പറേറ്റ് റീറ്റെയിൽ ലോൺസുകൾക്കൊക്കെ എത്ര % റിസ്ക്? 100% റിസ്ക്. ക്വസ്റ്റിൻ്റെ നോർമലി പറയും. ഓക്കെ, 100% റിസ്ക്. ഇനി ചില റെസിഡൻഷ്യൽ മോർഗേജ്, ഹൗസിംഗ് ലോണുകളൊക്കെ സെക്യൂരിറ്റി ഉള്ളതാണെങ്കിൽ നമുക്കൊരു 50% റിസ്ക് ഒക്കെ ആയിട്ട് എടുത്താൽ മതി. ഇനി ചില ഗവൺമെന്റ് സെക്ടറിലെ ലോൺസ് ഒക്കെ ആണെങ്കിൽ 0% റിസ്ക്, ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ 0%, ക്യാഷ് ഒക്കെ ആണെങ്കിൽ 0%. അപ്പോൾ ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നോർമലി ക്വസ്റ്റിൻ്റെ അകത്ത് നമുക്ക് തരും. ഓക്കെ,
സോ അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് വെച്ചാൽ ഒരു കമ്പനി ഒരു ബാങ്ക് എന്ന് പറയുക എഫിഷ്യൻ്റ് ആണെങ്കിൽ, അതായത് അത് ആ റിസ്ക് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ അതിന് മിനിമം എത്ര ഉണ്ടായിരിക്കും? 8% മുകളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സേഫ് ആണ്. അപ്പോൾ ആ ഒരു ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് സേഫ് കണ്ടീഷൻസിലാണ്. എന്തിൻ്റെ അർത്ഥം? ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 8% മുകളിലുണ്ടെങ്കിൽ ഈവൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസ് വന്നാൽ പോലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ബാങ്കിനുണ്ട് എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 8% എബവ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആയിട്ട് കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ 2. The following information is available from XYZ Bank as on 31st March 2022. The capital structure of the bank is comprised of, okay, tier 1 capital 3,000, tier 2 capital 1,000. Okay, so total capital എത്രയുണ്ട്? അപ്പോൾ 4,000 ഉണ്ട് അല്ലേ. സോ tier 1 3,000, tier 2 1000. അപ്പോൾ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഇനി ഇത് അസറ്റ്സ് എല്ലാം റിസ്ക് വെയിറ്റ്, ഓരോ അസറ്റ്സും, അതായത് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബാങ്ക് ലോൺ കൊടുത്തിട്ടുള്ള ഓക്കെ ഓരോ അസറ്റ്സും ബാങ്കിന്റെ അസറ്റ്സുകളിൽ വരുന്ന ഓരോ ഐറ്റംസ് അതിന്റെ കറസ്പോണ്ടിങ് റിസ്ക് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിൽ. ഓക്കെ, സോ ഡിബഞ്ചേഴ്സിൽ എന്തിൻ്റെ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അത് 9,000 ആണ്. അതിൻ്റെ റിസ്ക് വരുന്നത് എത്രയാണ്? 90% ആണ് അല്ലേ. അപ്പോൾ 9,000 ഇൻറ്റു 90% ആണെങ്കിൽ 9 × 9 81, ദറ്റ് ഈസ് 8,100 അല്ലേ റിസ്ക് വെയിറ്റ് അസറ്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസറ്റ് സൈഡിലെ എമൗണ്ടിനെ അതിനെ കറസ്പോണ്ടിങ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റിസ്കിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9,000 ഇൻറ്റു 90% കംസ് ടു 8,100. അടുത്തത് മോർഗേജ് ലോണായിട്ട് ബാങ്ക് കൊടുത്തിട്ടുള്ളത് 45,000 ആണ്. അതിന് 75% റിസ്ക് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പം എന്ത് ചെയ്യുക? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദറ്റ് ഈസ് 45,000 multiplied by 75%, that is 33,750 നമുക്ക് വരും. ഇനി ലോൺ ടു ഗവൺമെന്റ്, ദറ്റ് ഈസ് ഗവൺമെന്റിനല്ല ലോൺ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നോർമലി ഗവൺമെന്റ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്കൊക്കെ എന്തായിരിക്കും? 0% റിസ്ക് ആയിരിക്കും. സോ 4,000 ഇൻറ്റു 0% ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് കിട്ടുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 8,100 പ്ലസ് 33,750 ടോട്ടൽ ചെയ്യുമ്പോൾ 41,850 ആണ് നമ്മൾ എന്ത് റിസ്ക് വെയ്റ്റഡ് അസറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, അതായത് ഈ ഒരു ടോട്ടൽ ക്യാപിറ്റൽ ആയിട്ടുള്ള 4,000 എന്ന് പറയുന്നത് 4,000 മിനിമം ഇതിൻ്റെ എത്ര ആയിരിക്കണം? 8% ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് സിമ്പിളായിട്ട് നോക്കാൻ ഇതിൻ്റെ 8% ആദ്യം നോക്കിയാൽ പോരാ, അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാമല്ലോ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് 8% നോക്കാം. 41,850 റിസ്ക് വെയ്റ്റഡ് അസറ്റിൻ്റെ 8% ഈസ് ഈക്വൽ ടു എത്ര വരുന്നുണ്ട്? 3,348. ഓക്കെ, അപ്പോൾ അതിനേക്കാൾ വലുതല്ലേ 4,000. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അനുസരിച്ച് 8% മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര മതി? 3,348 ക്യാപിറ്റൽ മതി. ഓൾറെഡി നമ്മൾ tier 1 പ്ലസ് tier 2 എത്രയുണ്ട്? 4,000 ഉണ്ട്. അപ്പോൾ ആ ഒരു മിനിമം ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 8% ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അതല്ല എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ 41,850 ആണ് നമ്മൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. 4,000 ആണ് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ. 3,000 പ്ലസ് 1,000, 4,000 ഡിവൈഡ് ബൈ 41,850 ചെയ്ത് നോക്കുമ്പോൾ സോ 4,000 ക്യാപിറ്റൽ അവൈലബിൾ ആണ്. ഡിവൈഡ് ബൈ 41,850 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഏകദേശം 9.5579. റൗണ്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ആൻസർ വരുന്ന മിസ്റ്റേക്ക് ആണ് ഇവിടെ. 9.56% ഒക്കെ റൗണ്ട് ചെയ്യുമ്പോൾ അല്ലേ. സോ നമ്മുടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ മിനിമം 8% മതി. നമുക്ക് 9.56% ഉണ്ട്. അപ്പോൾ സിൻസ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 9.56% ഈസ് ഗ്രേറ്റർ ദൻ എത്രയാണ്? 8% ആയതുകൊണ്ട് നമുക്ക് പറയാം ബാങ്ക് ഹാസ് മെയിൻറ്റെയിൻഡ് മിനിമം റെഗുലേറ്ററി ക്യാപിറ്റൽ ആയിട്ടുള്ള 8% എന്ത് ചെയ്തു? ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദർ ഈസ് എ ഇനഫ് ക്യാപിറ്റൽ ടു ഫേസ് ദ പൊട്ടൻഷ്യൽ ലോസസ്. നമ്മൾ എന്ത് അബ്സോർബ് ചെയ്യാനുള്ള ഇനഫ് ക്യാപിറ്റൽ ആരുടെ കയ്യിലുണ്ട്? ബാങ്കിന്റെ കയ്യിലുണ്ട്. അതായത് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരുടെ പൈസ സേഫ് ആണ്. ഇൻ കേസ് അവർക്കൊരു നഷ്ടം ഉണ്ടാവാതെ, ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് നഷ്ടം ഉണ്ടാവാതിരിക്കാനുള്ള, ഇൻ കേസ് ബാങ്കിന് ലോസ് വന്നാലും ആ ഒരു ലോസ് ബാങ്കിന്റെ ക്യാപിറ്റലിന്റെ അകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യാം? മീറ്റ് ചെയ്യാനുള്ള അത്രയും ക്യാപിറ്റൽ എന്തിന്റെ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആര് പേടിക്കേണ്ട? ഡെപ്പോസിറ്റേഴ്സ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് CAR 8% മുകളിലുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ. tier 1 ക്യാപിറ്റൽ മിനിമം എത്ര വേണം? 4% വേണ്ട, പകുതി അല്ലേ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. tier 1 എത്രയാണ് ഇവിടെ? 3,000 അല്ലേ. tier 1 ക്യാപിറ്റൽ 3,000 അല്ലേ. അപ്പോൾ 3,000 ഡിവൈഡ് ബൈ 41,850. ഓക്കെ, സോ എത്രയുണ്ട്? 3,000 ഡിവൈഡ് ബൈ 41,850 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഓക്കെ tier 1 എത്രയുണ്ട്? 7.168 അല്ലേ. അപ്പോൾ 17% എന്തുണ്ട്? tier 1 ക്യാപിറ്റൽ ഉണ്ട്. അതിന് മിനിമം 4 പോരെ അല്ലേ. നമുക്ക് 7 point something ഉണ്ട്. അപ്പോൾ കോർ ക്യാപിറ്റൽ നമ്മളെ മെയിൻ ക്യാപിറ്റൽ തന്നെ ഇത്രയും അധികം ഉണ്ട്. അപ്പോൾ ബാങ്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബാങ്കാണ്.
ഓക്കെ, നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഓക്കെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ്. കാരണം 4% Tier 1 ഉണ്ടാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ 7.17% Tier 1 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ സോ കമ്പാരിറ്റീവ്ലി ഒരു നല്ലൊരു ബാങ്കാണ്. ഓക്കെ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, CAR ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് CAR പ്ലസ് എന്ത് പഠിച്ചു, CAR പ്ലസ് കാർ പ്ലസ് ബേസൽ 1 ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിൽ നമുക്ക് ബേസൽ 2 കൂടി കവർ ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇവിടം വരെ ഒന്ന് വായിച്ച് നോക്കാം. ബേസൽ 1 ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് കൂടുതൽ നമുക്ക് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്ന ബേസൽ 1 കുറിച്ചാണ്. അപ്പോൾ ബേസൽ 1 നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, യെസ്, ഈ ഒരു CARന്റെ കാൽക്കുലേഷൻസ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ ലൈക്ക് Tier 1 Tier 2 ഒക്കെ തന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ റിസ്ക് വെയിറ്റ് അസറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അതൊക്കെ എന്ത് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കാം.